ആദരവ് പണം കൊടുത്ത് വാങ്ങാനാകില്ല എന്നൊരു ചൊല്ലുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പാക് ഭരണകൂടത്തിനും പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെറീഫിനും അവരുടെ ഫീൽഡ് മാർഷൽ അഥവാ ഫെയിൽഡ് മാർഷൽ ആയ അസിം മുനീറിനും വലിയ ട്രോളുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. പാക് ജനത വലിയ രീതിയിൽ ഈ പാക് ഭരണകൂടത്തെയും ഷഹ്ബാസ് ഷെറീഫിനെയും അസിം മുനീറിനെയും ട്രോളിക്കൊല്ലുകയാണ്. കാരണം എന്താണെന്ന് കൂടി മനസ്സിലാക്കണം. അമേരിക്ക ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറിൽ ഒപ്പിടാൻ തീരുമാനിച്ചു. അതും 18% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ വിവരം സന്തോഷപൂർവ്വം തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടു. അതുമാത്രമല്ല, മോദിക്കൊപ്പം കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും ഇന്ത്യയിലെ സന്ദർശന സമയത്തെടുത്ത ചിത്രങ്ങളും മോദി അമേരിക്കയിലെത്തിയപ്പോഴെടുത്ത ചിത്രങ്ങളും ഒക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത് പാക് ജനതയെ വല്ലാതെ ചൊടിപ്പിച്ചു. കാരണം പാകിസ്ഥാന് 19%, ഇന്ത്യക്ക് 18%. ഇന്ത്യ അമേരിക്കയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. ഒരു വിധത്തിലും അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കാൻ തയ്യാറായില്ല. ഈ ട്രംപ് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ പിഴ ചുങ്കം ചുമത്തുകയും ഒക്കെ ചെയ്തിട്ടും ഇന്ത്യ നിലപാടിൽ അയവ് വരുത്താതെ, വെള്ളം ചേർക്കാതെ പിടിച്ചു നിന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് തന്നെ പറഞ്ഞു, വേണമെങ്കിൽ ട്രംപ് പോകുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കാനും തയ്യാറാണ്. പക്ഷേ വ്യാപാര കരാറിൽ ഇന്ത്യയുടെ നിലപാടിൽ വെള്ളം ചേർക്കില്ല. കാർഷിക നയത്തിലും ക്ഷീരോത്പാദക രംഗത്തും നമ്മൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം പാക് ജനതയുടെ വിരൽത്തുമ്പിൽ കിട്ടുകയാണ് എന്ന്. കാരണം സോഷ്യൽ മീഡിയ അത്രയും ശക്തമാണ്. അതേസമയം പാകിസ്ഥാൻകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അമേരിക്കയ്ക്ക് വേണ്ടി പാക് ഭരണകൂടം വിടുപണി ചെയ്തില്ലേ? എന്തെല്ലാം വിട്ടുവീഴ്ചകളാണ് ചെയ്തത്? പാക് മണ്ണ് പരിപൂർണമായും ഒരു അമേരിക്കൻ സൈനിക താവളമാക്കാൻ വിട്ടുകൊടുത്തു. അതുപോലെ ബലൂചിസ്ഥാനിലെ ധാതുക്കൾ, വലിയ അളവിൽ അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ധാതുക്കൾ, അത് ഈ ട്രംപിന് മുന്നിൽ, അമേരിക്കയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ അടിയറ വച്ചു. എന്നിട്ടും പാകിസ്ഥാനോടല്ല അമേരിക്ക വിട്ടുവീഴ്ച ചെയ്തത്, ഇന്ത്യയോടാണ്. മാത്രമല്ല, ഫീൽഡ് മാർഷൽ അസിം മുനീർ നിരവധി തവണ വാഷിങ്ടണിലെത്തി ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. പല രഹസ്യ പദ്ധതികൾക്കും അസിം മുനീർ വഴങ്ങിക്കൊടുത്തു ട്രംപിൻ്റെ. മാത്രമല്ല, ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഇങ്ങനെയൊക്കെ അമേരിക്കയെ കണ്ണും പൂട്ടി പിന്തുണച്ച പാകിസ്ഥാന് കിട്ടിയ പരിഗണനയല്ല ഇന്ത്യക്ക് കിട്ടിയത്. അതാണ് പാക് ജനതയെ ചൊടിപ്പിച്ചത്. പാകിസ്ഥാൻ്റെ പല മുൻ മന്ത്രിമാരും അവിടുത്തെ മാധ്യമ പ്രവർത്തകരുമൊക്കെ ഇതിനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പാക് ഭരണകൂടം പിടിപ്പുകെട്ട, ഗതികെട്ട ഒരു ഭരണകൂടമാണ് എന്ന് അവർ പറയാതെ പറയുകയാണ്. ഞാൻ അവരുടെ ചില പ്രതികരണങ്ങൾ ഞാനിവിടെ വായിക്കാം. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും മുൻ മന്ത്രിമാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ സർക്കാരിനെ വിമർശിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ വിദേശ നയം വെറും ഫോട്ടോ സെഷനുകളല്ല, മറിച്ച് സാമ്പത്തിക കരുത്ത് ഉപയോഗിച്ചുള്ള വിലപേശലാണ്. അതിൻ്റെ കൂടെ ഒരു വാക്കുകൂടെ ചേർക്കാം, സാമ്പത്തിക കരുത്ത് മാത്രമല്ല, സൈനിക കരുത്തുകൂടി വെച്ചുകൊണ്ടുള്ള വിലപേശലാണ് എന്ന് നമുക്ക് ചേർക്കാം. ഇനി ഇന്ത്യയുടെ വിജയം അതാണ് തെളിയിക്കുന്നത്. മുഖസ്തുതി കൊണ്ട് കാര്യമില്ല. ഇത് പറയുന്നത് പാകിസ്ഥാനിലെ മുൻ മന്ത്രി മുഹമ്മദ് അസർ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഇമ്രാൻ റിയാസ് ഖാൻ പറയുന്നത് കേൾക്കണം, ബലൂചിസ്ഥാനിലെ ധാതുക്കൾ നിങ്ങൾക്ക് തടിപ്പെട്ടുകളിലാക്കി ദാനം ചെയ്യാം, അമേരിക്കയുടെ കാൽക്കൽ അടിയറ വയ്ക്കാം, പക്ഷേ അന്തസ് വില കൊടുത്ത് വാങ്ങാനാകില്ല.
സെയിൽസ്മാൻ ഇൻ ചീഫ് തന്ത്രം പാളി എന്നാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത്. അതായത് ഫീൽഡ് മാർഷൽ അസിം മുനീറിന് നേരെയാണ് ആ ആരോപണം. സെയിൽസ്മാൻ ഇൻ ചീഫ്, അദ്ദേഹം പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ മാത്രമല്ല സെയിൽസ്മാൻ ഇൻ ചീഫ് കൂടിയാണ് എന്ന് ആക്ഷേപിക്കുകയാണ് ഇവിടെ മാധ്യമപ്രവർത്തകനായ ഇമ്രാൻ റിയാസ് ഖാൻ. അദ്ദേഹം തുടരുന്നു, ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഇന്ത്യയെ ഒരു പങ്കാളിയായാണ് കണ്ടത്, വ്യാപാര പങ്കാളി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പാകിസ്ഥാനെ ഒരു കടക്കാരനായും ജനപിന്തുണ ഇല്ലാത്ത ഒരു സർക്കാരായും ഒക്കെയാണ് കണ്ടത്. അത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ ഗതികേട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഇതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള രണ്ട് പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ, ഇതുപോലെ ഒട്ടനവധി ട്വീറ്റുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ്. അവിടെ പാക് ജനതയുടെ രോഷം അണ പൊട്ടി ഒഴുകുന്നു. എന്തിനാണ് വെറുതെ വേണ്ടാത്ത പണിക്ക് പോയി ഇന്ത്യയെ ചൊറിഞ്ഞ് ഇത്രയും വലിയ ദുരിതങ്ങൾ വാങ്ങിക്കൂട്ടിയത്? അമേരിക്കയുടെ സഹായഹസ്തം നമുക്കുണ്ടാകും, അനുഗ്രഹാശിസുകൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ കിട്ടിയതെന്താണ്? കടത്തിനുമേൽ കടം. ഒപ്പം ഈ ഇന്ത്യയെ അതിശക്തമായ ഒരു വ്യാപാര പങ്കാളിയാക്കുന്നതിലൂടെ പാകിസ്ഥാന് ഉണ്ടാകുന്ന നഷ്ടം എത്രയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ. പാക് ജനത ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിന് കാരണങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ വിദേശ നാണ്യ വരുമാനം അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ, തുണി വ്യവസായത്തെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നത്. പാകിസ്ഥാനും ബംഗ്ലാദേശും, ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കും ദരിദ്ര രാഷ്ട്രങ്ങൾ എന്നുള്ള പരിഗണന നൽകി ലോകത്ത് പല രാഷ്ട്രങ്ങളും ഇവരിൽ നിന്ന് ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ്. കുറഞ്ഞ ഇറക്കുമതി തീരുവ മാത്രമേ അതിന് ഏർപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രങ്ങളും വിദേശ നാണയം നേടുന്നത് ഇങ്ങനെ ഒരു മാർഗത്തിലൂടെയാണ്. ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഈ രണ്ട് രാജ്യങ്ങളുടെയും നട്ടെല്ലാണ് എന്ന് തന്നെ പറയാം. അവിടേക്കാണ് ഈ 18% ഇറക്കുമതി തീരുവയിലേക്ക് ഇന്ത്യയെ കുറച്ചു കൊണ്ടുവരുന്നതിലൂടെ ട്രംപ് പാകിസ്ഥാനും ബംഗ്ലാദേശിനും നൽകിയിരിക്കുന്ന അടി കനത്തതാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെയും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തകരുമെന്ന് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ തകർച്ച വലിയ ആഴത്തിലുള്ളതാണ്. കാരണം വിലക്കുറവും ഗുണമേന്മയും ഇന്ത്യൻ വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത്. അത് പാകിസ്ഥാനിൽ നിന്നാകട്ടെ ബംഗ്ലാദേശിൽ നിന്നാകട്ടെ കയറ്റുമതി ചെയ്യുന്ന തുണിത്തരങ്ങൾക്ക് ഇന്ത്യൻ തുണിത്തരങ്ങളുടെ ക്വാളിറ്റി, ഗുണമേന്മ, നിലവാരം ഉറപ്പുവരുത്താനാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളുടെയും വസ്ത്ര കയറ്റുമതിയിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഈ രംഗത്ത് ഇന്ത്യ വലിയ മത്സരത്തിന് തയ്യാറായി നിരവധി പരിഷ്കരണ നടപടികളിലൂടെ മുന്നോട്ടു പോയി. യൂറോപ്യൻ യൂണിയനുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ കരാർ പ്രാവർത്തികമാകുന്നതോടുകൂടി, കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു, പ്രാവർത്തികമാകുന്നതോടുകൂടി കനത്ത തിരിച്ചടിയായിരിക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും ആ മേഖലയിൽ കിട്ടുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പാക് ജനതയ്ക്ക് ബോധമുണ്ട്, അവർക്ക് തിരിച്ചറിവുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി വൈഭവമുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടർ ഇന്ത്യയിലുണ്ട്. അത് മറ്റാരുമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷമേ ആണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ എക്കോണമി ചത്ത എക്കോണമിയാണ്, ഡെഡ് എക്കോണമിയാണ് എന്ന് പറഞ്ഞപ്പോൾ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റുപാടിയ വ്യക്തിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. അദ്ദേഹം ട്രംപിനെ പിന്തുണയ്ക്കുന്നത് കണ്ട് കോൺഗ്രസ്സുകാർ മുഴുവനും രംഗത്ത് വന്നു. മുൻപിൻ ചിന്തിക്കാതെ, എന്താണ് വാസ്തവമെന്ന് അന്വേഷിക്കാതെ, നരേന്ദ്രമോദിയെ അടിക്കാനൊരു വടി കിട്ടി എന്ന മട്ടിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ, രാഹുൽ അടക്കം ഒന്നൊഴിയാതെ എല്ലാവരും ട്രംപിനെ പിന്തുണച്ച് രംഗത്ത് വരികയായിരുന്നു. എന്നാൽ അതേ ട്രംപ് തന്നെ ഇന്ന് മാറി മറ്റൊരു തീരുമാനമെടുത്തിരിക്കുന്നു.
ഇന്ത്യ തനിക്ക് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു തരത്തിലും തനിക്ക് ഇന്ത്യയെ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ട്രംപ് മൂക്കുകുത്തി മുട്ടുമടക്കി. ഇപ്പോൾ വെട്ടിലായത് വാസ്തവത്തിൽ രാഹുലും കോൺഗ്രസ്സുകാരുമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഡെഡ് എക്കോണമിക്ക് എന്തിനാണ് ഇത്രയും വലിയ ഇറക്കുമതി തീരുവ കുറച്ചു കൊടുത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. BJP-ക്കാരാകട്ടെ രാഹുലിനെ തലങ്ങും വിലങ്ങും തല്ലാൻ നല്ലൊരു വടി കിട്ടിയ സന്തോഷത്തിലുമാണ്. അവർ അത് നന്നായിട്ട് വിനിയോഗിക്കുമെന്നും തീർച്ചയാണ്. അതായത് വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം രാഷ്ട്രത്തെ ഇകഴ്ത്തി പറയുന്ന ഏത് രാഷ്ട്രീയ നേതാവിനും ഫലം ഇതുതന്നെയായിരിക്കും എന്ന് വ്യക്തമാണ്. എന്തായാലും പാകിസ്ഥാനിലെ ജനങ്ങൾ അപകടം മുൻകൂട്ടി കണ്ട് അവരുടെ ഗവൺമെൻറ്റിൻ്റെ, അവരുടെ ഭരണകൂടത്തിൻ്റെ, അവരുടെ പ്രധാനമന്ത്രിയുടെ, അവരുടെ സൈനിക മേധാവിയുടെ ഒക്കെ പിടിപ്പുകേട് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരായി ഷഹബാസ് ഷെരീഫിൻ്റെ സർക്കാർ പാകിസ്ഥാനിൽ മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.